السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, കുഞ്ഞനുജന്മാരെ, സഹപ്രവർത്തകർ, അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നങ്ങളിലൊന്നായ റമദാൻ മാസത്തിലെ ഫർള് നോമ്പുകൾ പിടിച്ചിങ്ങനെ തുടങ്ങി. ആ നോമ്പ് നമ്മളിൽ നിന്നും വിട പറയാറായി. പല ആളുകളും സംസാരിച്ചു തുടങ്ങിയൊരു വിഷയമാണ് ഈ നോമ്പ് എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്നും വിട പറഞ്ഞത്. റമദാനിന് മുമ്പ് ഈ റമദാൻ എങ്ങനെയായിരിക്കും, ഇത്തവണ ചൂടായിരിക്കുമോ, ഇത്തവണ മഴയുണ്ടായിരിക്കുമോ, എവിടെയാണ് നോമ്പ് തുറക്കാനുണ്ടാവുക, എവിടെയായിരിക്കും നാട്ടിൽ പോകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്തിരുന്ന ആളുകൾ ഏതാനും 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറയാൻ തുടങ്ങി, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ റമദാൻ അങ്ങ് പോയി കിട്ടി, ഈ റമദാൻ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു എന്ന് ആളുകൾ അതിശയത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങി. ഇത് മാത്രമല്ല, ഒരു ദിവസം രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ് നോമ്പ് പിടിക്കാൻ തുടങ്ങിയാൽ വളരെ വേഗം തന്നെ സമയം പോകുന്നത് പോലെ ആളുകൾ പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഇത്തവണത്തെ നോമ്പ് തീരുന്നത്, സമയം പോകുന്നത് അറിയുന്നില്ല. പകലിലൊരു വിശപ്പോ അല്ലെങ്കിൽ ഒരു ദാഹമോ ഒക്കെ അനുഭവിച്ച് തുടങ്ങുന്നതിന് മുന്നേ നോമ്പ് തുറക്കുന്ന സമയമായി തുടങ്ങി. ആളുകൾ ഈ ഒരു സംസാരിക്കാൻ തുടങ്ങി. നോമ്പ് പെട്ടെന്ന് തീർന്നു. അവസാനത്തെ 10ന്റെ ചർച്ചകൾ വന്നു. ഇതാ അവസാനത്തെ 10 അവസാനിക്കാനായി, 2-3 ദിവസം ഇനി ബാക്കിയുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഒരു വെള്ളി, ശനി, ഞായറൊക്കെ വളരെ വേഗം നമ്മൾ സംസാരിച്ചു തീരുന്നതിനേക്കാൾ സ്പീഡിൽ നോമ്പും കഴിഞ്ഞു. ഒരു ഈദുമൊക്കെ നമ്മളിപ്പോൾ മുന്നിലേക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ ഈദും അവസാനിക്കും. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വേഗത്തിൽ, ഇതിനേക്കാൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം വേഗത്തിൽ നമ്മുടെ ജീവിതവും ഇതുപോലെ അവസാനിക്കാനുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതവും ഒരു ദിവസം അവസാനിക്കാൻ. നമ്മൾ ചിലപ്പോൾ 50-60 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കും, ചിലപ്പോൾ 20 കൊല്ലം ജീവിക്കും. മരണം ആരെ വേണമെങ്കിലും തേടിയെത്താം, ഏത് സമയത്ത് വേണമെങ്കിലും. ഇന്ന പ്രായമൊന്നുമില്ല. നമ്മളിപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പറയൂല 5 വയസ്സുള്ള കുട്ടി എങ്ങനെ മരിക്കുക, നമ്മളാരെങ്കിലും പറയും? അങ്ങനെ ആരും പറയൂല. എല്ലാവർക്കും അറിയാം, 5 വയസ്സുള്ള കുട്ടിക്കും 1 വയസ്സുള്ള കുട്ടിക്കും 10 വയസ്സുള്ള കുട്ടിക്കും 20 വയസ്സുള്ള ആക്കും 30 വയസ്സുള്ള ആക്കും ആർക്കും മരിക്കാം, ഏത് സമയവും മരിക്കാം. അല്ലാഹു തആല എല്ലാ മനുഷ്യന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ വിഷയത്തിൽ ഒഴിവ് നൽകിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബീബിനോട് പറയുന്ന ഒരു വർത്താനം, ഇന്നലിൽ മൗതി ലസക്കറാത്ത് എന്നാണ്. ഫാത്തിമ, മരണത്തിന്റെ വേദന അത് വല്ലാത്ത പ്രയാസം തന്നെയാണ്. ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ആ സക്കറാത്ത് അത് വല്ലാത്ത ഒരു ഫീലിംഗ് തന്നെയാണ്. അതെല്ലാവരെയും അനുഭവിപ്പിച്ചിട്ടേ അല്ലാഹു തആല ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിൽ നമ്മളോട് പറഞ്ഞത് വജാഅത് സക്റത്തുൽ മൗത്ത് എന്ന. സക്റത്തുൽ മൗത്ത്, മരണത്തിന്റെ ആ ഒരു ലഹരി, മരണത്തിന്റെ ആ ഒരു വേദന, അത് ഹക്കായിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുമെന്നാണ്. അതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാണ് പറഞ്ഞത്. മരണത്തെ നിങ്ങളെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ്. മരണം നിങ്ങളിലേക്ക് എത്തുമെന്നോ നിങ്ങളൊക്കെ മരിക്കുമെന്നോ അല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാണ്. മരണം നിങ്ങളെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, ഏത് നിമിഷവും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ ഗ്യാരണ്ടി പോലും ഇല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ മരിക്കാം. അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു തആല നിങ്ങളെ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായ സമയത്ത് തന്നെ മരിക്കും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, വലിയ മാളികകൾ കെട്ടി വലിയ കോട്ടകളുടെ അകത്തിരുന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും മലക്കുൽ മൗത്തിന്റെ ലിസ്റ്റിൽ നിന്നും നമ്മുടെ പേര് മാഞ്ഞു പോകുന്നില്ല. മലക്കുൽ മൗത്തിന്റെ ആ ലിസ്റ്റിൽ നമ്മുടെ റൂഹ് പിടിക്കാനുള്ള ആ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൽ എവിടെയോ നമ്മുടെ പേര് അവിടെ ഉണ്ടാവും, രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൻ്റെ കൃത്യമായ സമയത്ത് ഒരുപക്ഷെ ഇന്നോ നമ്മൾ പറയും റമദാൻ പെട്ടെന്ന് തീർന്നു, 2-3 ദിവസം കഴിയുമ്പോൾ ഈദും അതുപോലെ തന്നെ പെരുന്നാൾ ഇതൊക്കെ കഴിഞ്ഞു എന്ന് നമ്മൾ പറയും. പക്ഷെ ഒരു പക്ഷേ ആ പെരുന്നാൾ ആസ്വദിപ്പിക്കാനുള്ള ഒരു അവസരം പോലും അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവില്ല. സഹോദരങ്ങളെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ വർഷങ്ങളായിട്ട് ഖബറിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങളായിട്ട് ഖബറിന്റെ ഉള്ളിലാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2000 മേലെ വർഷങ്ങളായി ഖബർ ജീവിതത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇവരൊക്കെ 2500 വർഷങ്ങൾക്കപ്പുറം ഇപ്പോഴും ഖബറിന്റെ ഉള്ളിലാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പോൾ വർഷങ്ങളോളം
നൂറുകണക്കിന് വർഷങ്ങൾ, ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ചിലപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട ആളുകൾ. മരണം ഏത് സമയത്തും നമ്മളെ പിടികൂടും. ആ യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ബർസഖിയായ ജീവിതം ആരംഭിക്കാൻ ഏത് നിമിഷം വേണമെങ്കിലും മരണം വന്ന് നമ്മളെ മാടി വിളിച്ച് ആ ഖബറിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ ഖബർ ജീവിതത്തിന് വേണ്ടി ആ ഖബറിലേക്കുള്ള എന്തൊരുക്കമാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്ത് ഒരുക്കമാണ് നമുക്കുള്ളത്, എന്താണ് നമുക്ക് പറയാനുള്ളത്, എന്ത് കണക്കാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു റമളാനെങ്കിലും എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുമോ, ഈ റമളാൻ എന്നെ കുറച്ചെങ്കിലും എൻ്റെ ഖബർ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ പരലോക ജീവിതത്തിൽ ഈ റമളാൻ കുറച്ചെങ്കിലും എനിക്ക് ഉപകാരപ്പെടുമെന്ന് പറയാൻ തക്കവണ്ണം നമസ്കാരങ്ങളോ നോമ്പോ ദിക്റുകളോ സ്വലാത്തുകളോ നമുക്കുണ്ടോ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മളെല്ലാവരും നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒരു നൃത്തം നിൽക്കാനാണ്. ഒരു നൃത്തം നിൽക്കാൻ അയ്നമാ തകൂനു യഅതി ബികും അല്ലാഹു ജമീഅ. നിങ്ങൾ എവിടെയായിരുന്നാലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും, നിങ്ങൾ കടലിൻ്റെ മുകളിൽ വെച്ച് ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് ഇഞ്ചിഞ്ചായി കഷ്ണങ്ങളായി കടലിൽ വീണ് മരിച്ചാലും അയ്നമാ തകൂനു യഅതി ബികും അല്ലാഹു ജമീഅ. അല്ലാഹു തആല നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. എല്ലാ മനുഷ്യന്മാരും നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടേണ്ട ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹു തആല ആളുകളേക്ക് ഇങ്ങനെ വിളിക്കും. ആളുകളേക്ക് ഇങ്ങനെ നമ്മുടെ എല്ലാവരെയും പേരെടുത്ത് എല്ലാ ആളുകളെയും സമുദായങ്ങളെയും അല്ലാഹു തആല വിളിക്കും. ഫഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ. അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട് എല്ലാം ഇങ്ങനെ പ്രകാശിക്കുന്നൊരു ദിവസമുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ വിളിക്കും. വജീഅ ബിൻ നബിയ്യീൻ, നമ്മുടെ നബിമാരെ വിളിക്കും, നമ്മുടെ പ്രവാചകന്മാരെ വിളിക്കും. വശുഹദാ, നമ്മുടെ സാക്ഷിമാരെ വിളിക്കും. എല്ലാവരും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. ആളുകളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു തആലയുടെ അടുത്തൊരു നടപടിക്രമമുണ്ട്. കിതാബ് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. കുല്ലു ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹ. എല്ലാവരെയും അവരുടെ കിതാബുകളിലേക്ക് വിളിക്കപ്പെടുന്നൊരു സമയമുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് കിതാബുകൾ പറന്നെത്തുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി. വലത് കൈകളിലേക്ക് ഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന ആളുകളുണ്ട്. വലത് കൈകളിലേക്കായിരിക്കും അവർക്ക് ഗ്രന്ഥങ്ങൾ ലഭിക്കുക. ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ. അവർ ആ കിതാബ് കയ്യിൽ ഇങ്ങനെ മേടിച്ചിട്ട് സന്തോഷത്തോടു കൂടി അവർ ആ കിതാബ് ഇങ്ങനെ ആളുകളോട് പറയും, എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കണം, എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കണം. ഇന്നി വനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. ഈ ഹിസാബിനെ, അള്ളാഹുമായുള്ള ഈ മുലാഖത്തിനെ, ഈ മുനാജാത്തിനെ ഞാൻ മുന്നേ കണ്ടിരുന്നു. ഇത് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ആ സൂക്ഷ്മത എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഹറാമുകൾ കാണുന്ന സമയത്ത്, കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കാണുന്ന സമയത്ത് ഇതെൻ്റെ മനസ്സിലുണ്ട്. ഈ കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കാണുമ്പോൾ എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന, എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന മലക്കുകൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് രേഖപ്പെടുത്തുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എൻ്റെ ഒരു സംസാരവും എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു ശബ്ദം പോലും അവരെഴുതാത്തതില്ല. റഖീബും അതീദും എഴുതാത്തതില്ല. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലുള്ള ചിന്തകൾ പോലും എല്ലാം അല്ലാഹു തആല നാളെ കൃത്യമായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. ആ കിതാബ് വലത് കൈകളിൽ ഇങ്ങനെ ലഭിക്കുമ്പോൾ ആളുകൾ സന്തോഷത്തോടുകൂടി വയൻഖലിബ ഇലാ അഹ്ലിഹി മസ്റൂറ. ഇവർ സ്വർഗത്തിലേക്ക്, തൻ്റെ ആളുകളിലേക്ക്, തൻ്റെ അഹ്ലുകാരിലേക്ക് തിരിച്ചു പോകും. ചില ആളുകളുണ്ടാവട്ടോ, ചില ആളുകളെന്നുണ്ടാകും അവരുടെ ഇടത് കൈകളിലേക്ക് ഗ്രന്ഥം ഇങ്ങനെ പറന്നു വരുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർ നഷ്ടക്കാരിലാണ്. അവരുടെ ഇടത് കൈകളിലേക്ക് ഗ്രന്ഥം ഇങ്ങനെ പറന്നു വരുമ്പോൾ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി. അവരുടെ ഇടത് കൈകളിലേക്ക് ആ ഗ്രന്ഥം ഇങ്ങനെ വരുമ്പോൾ ആ ആളുകൾ മടിയോടുകൂടി അവരുടെ കൈകൾ ഇങ്ങനെ പിന്നിലേക്ക് വലിക്കും. കാരണം ആ കിതാബ് വരുന്നത് കാണുമ്പോൾ അവർക്കറിയാം അവർ നഷ്ടക്കാരിൽപ്പെട്ട ആളുകളാണ്. അവരിങ്ങനെ പിന്നിലേക്ക് കൈവലിക്കും. അല്ലാഹു തആല പറയാ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രി. അവരുടെ മുതുകുകളിലൂടെ അവരുടെ കിതാബ് അവരുടെ കൈകളിലേക്ക് പിടിപ്പിക്കുക തന്നെ ചെയ്യും. ആ കിതാബ് മേടിക്കാതെ പുറകിലേക്ക് കൈവലിച്ചത് കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ടോ തിരിഞ്ഞു കളിച്ചതുകൊണ്ടോ ആ കിതാബ് കിട്ടാതിരിക്കില്ല. കൃത്യമായി ആ കിതാബ് കയ്യിലേക്ക് എത്തും. ആ കിതാബ് വായിച്ച് നോക്കിയിട്ട് ആളുകൾ പറയും, ലം ഊത കിതാബിയ. ഈ കിതാബ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അൽ കിതാബ്, അങ്ങനെ അള്ളാഹു സെറ്റ് ചെയ്തു വെച്ചൊരു കിതാബ് നമ്മൾ നാളെ മേടിക്കാനുണ്ട്. ആ കിതാബ് ഇങ്ങനെ മേടിക്കാനുണ്ട്. അൽ കിതാബ് ഫത്തറൽ മുജ്രിമീന മുഷ്ഫിഖീൻ. കുറച്ച് ആളുകളെ നമ്മൾ കാണും ജീവിതത്തിൽ തെറ്റുകളൊക്കെ ചെയ്തു പോയ, ഹറാമുകളൊക്കെ ചെയ്തു പോയ, കാണാൻ പാടില്ലാത്തത് കണ്ടതും കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതും ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചതും പോകാൻ പാടില്ലാത്തടുത്ത് പോയതും എല്ലാം എഴുതി വെച്ചൊരു കിതാബ്. അതിങ്ങനെ ആ മുജ്രിമീങ്ങളായ ആളുകൾ ഇങ്ങനെ കയ്യിൽ വായിക്കുമ്പോൾ ആ ആളുകൾ പറയും, മാലി ഹാദൽ കിതാബ്. ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെയ്ത ചെറുതോ വലുതോ ഒന്നും ഇതിൽ വിട്ടുപോയിട്ടില്ല. എല്ലാണ്ട് തിരിഞ്ഞു നോക്കിയതുകൊണ്ട്, മറിഞ്ഞു നോക്കിയതുകൊണ്ട്, ഒളിഞ്ഞിരുന്ന് നോക്കിയതുകൊണ്ട്, മനസ്സിൽ പറഞ്ഞതുകൊണ്ട്,
ഉറക്കെ പറഞ്ഞതുകൊണ്ട് എല്ലാമുണ്ട്. ഓതിയതും പറഞ്ഞതും ചിരിച്ചതും എല്ലാം ആ കിതാബിൽ ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ വിറച്ചുകൊണ്ട് ആ മനുഷ്യന്മാരിങ്ങനെ ആ കിതാബ് കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട് സഹോദരങ്ങളെ. ഈ റമദാൻ ഇങ്ങനെ വേഗം കഴിഞ്ഞു പോയതുപോലെ, ഈ റമദാനിന്റെ അവസാനത്തെ 10 ഇങ്ങനെ വേഗം കഴിഞ്ഞു പോയതുപോലെ ഈ ജീവിതവും നമുക്ക് അവസാനിക്കാനുണ്ട്. ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ പോകാനുണ്ട്. യഥാർത്ഥത്തിലുള്ള ജീവിതം ചില ആളുകൾ അന്ന് നിന്നുകൊണ്ട് വിതുമ്പിക്കൊണ്ട് ചില ആളുകൾ പറയുമെന്നാണ്, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ഈ ഒരു ജീവിതത്തിന് വേണ്ടി ഇതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോൾ ചില ആളുകൾ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി ഇതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് മനസ്സിലാക്കും. ആളുകൾ പറയും, ഇല്ല ബിസ്തും ഇല്ല യൗമ, ഇല്ല ബിസ്തും ഇല്ല ഖലീല, ഒരു ദിവസമോ വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ ദുനിയാവിൽ നമ്മൾ ചെലവഴിച്ചിരുന്നത് എന്ന് തോന്നിപ്പോകുമാർ. 50, 60, 70 വർഷം, ഒരു ആള് 100 വർഷമൊക്കെ ജീവിച്ചാൽ നമ്മൾ പറയും, എത്ര വലിയ ആയുസാണ് ആ മനുഷ്യന് കിട്ടിയത് എന്ന് പറയും. എന്നാൽ അതേ മനുഷ്യൻ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് പറയാം, ഇല്ല ബിസ്തും ഇല്ല യൗമ, ഒരു ദിവസം പോലും ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്നാ മനുഷ്യന് തോന്നിപ്പോകുമെന്ന അത്ര ഭയാനകരമായ ഒരു ദിവസം നമ്മൾ നേരിടാനുണ്ട്. അത് ഈ റമദാൻ പോയതുപോലെ നമ്മുടെ ആയുസ് ഇങ്ങനെ അവസാനിച്ചു തീരും. ആ മരണം ബന്ധത്തോടുകൂടി ആ ബർസഖിയായ ജീവിതം ആരംഭിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ട കുറച്ച് ആളുകളായി നമ്മൾ മാറും. അതിനു മുമ്പേ ആ വിചാരണയെ നമ്മൾ സൂക്ഷിക്കണം. ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ആ ഹിസാബിനെയും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആ കണ്ടുമുട്ടലിനെയും ചില ആളുകളുണ്ട്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, അല്ലാഹു തആല പറയാം, ലാ യർജൂന ലിഖാഅന, അവർക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഒരാഗ്രഹമില്ല. വറദൂ ബിൽ ഹയാത്തി ദുനിയ, അവർ ഈ ദുനിയാവിൻ്റെ ഒരു ആഹ്ലാദത്തിലും സുഖത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവാൻ. ഈ ദുനിയാവ് ഒരൊറ്റ ജീവിതമുള്ളൂ, ഒരൊറ്റ മരണമുള്ളൂ. എങ്ങനെയെങ്കിലും ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക, പരമാവധി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലായിടത്തും ഒന്ന് പോവുക, എല്ലാം ഒന്നിങ്ങനെ സന്തോഷിച്ച് അവസാനിപ്പിച്ച് ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജീവിതത്തെ ഒരു കളിതമാശയായി കാണുന്ന ചില ആളുകളുണ്ട്. വറദൂ ബിൽ ഹയാത്തി ദുനിയ, അവർ ഈ ദുനിയാവിൽ സെറ്റാണ്, അവർ ഓക്കെയാണ്, അവർക്ക് ഈ ദുനിയാവൊക്കെ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളുടെ കയ്യിലേക്കാണ്, ഇടത് കയ്യിലേക്ക് അവർക്ക് കിതാബ് ലഭിക്കുക. അല്ലാഹു തആല പറയുക, ഇന്ന സമഅ, നിങ്ങളുടെ കേൾവികളുണ്ടല്ലോ, വൽ ബസറ, നിങ്ങളുടെ കാഴ്ചകളുണ്ടല്ലോ, വൽ ഫുആദ, നിങ്ങൾ ചിന്തിക്കുന്ന ഈ ചിന്തകളുണ്ടല്ലോ, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ നിഅമത്തുകളെ സംബന്ധിച്ചും ഈ റമദാനാകുന്ന നിഅമത്തിനെ സംബന്ധിച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ വവജദൂ മാ അമിലു ഹാദിറ, അവൻ്റെ അമലുകളെല്ലാം ഹാദിറാക്കി അവൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നോമ്പ് ഇങ്ങനെ മുന്നോട്ട് വരും, അവൻ്റെ സൗം ഇങ്ങനെ മുമ്പോട്ട് വരും, അവൻ്റെ സുയാം ഇങ്ങനെ വന്നിട്ട് അള്ളാഹുവിനോട് പറയും, റബ്ബേ, ഈ മനുഷ്യൻ അവൻ ഞാൻ കാരണം ഷഹവാത്തുകളിൽ നിന്ന് മാറി നിന്നവനാണ്, അവൻ്റെ ത്വആമ് അവൻ ഉപേക്ഷിച്ചവനാണ്, അവൻ്റെ ദാഹം അവൻ പിടിച്ചു നിർത്തിയവനാണ്. അങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ അള്ളാഹുവിനോട് ആ നോമ്പ് പറയും, ഈ മനുഷ്യന് വേണ്ടി എനിക്ക് ശുപാർശ ചെയ്യണമെന്ന് ആ നോമ്പ് പറയും. അള്ളാഹു തആല അനുമതി കൊടുക്കും. നമ്മുടെ നോമ്പ് ഉണ്ടാകും സഹോദരങ്ങളെ. അവിടെ നമ്മുടെ 2025 ഈ റമദാനിൽ നമ്മൾ പിടിച്ച നോമ്പ് അവിടെ ഉണ്ടാകും. ആ നോമ്പിനെ നോക്കി നമ്മൾ ആഗ്രഹിക്കും, ആ നോമ്പിനെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ റമദാനിലെ നോമ്പ് എനിക്ക് വേണ്ടി ഇവിടെ ശുപാർശ ചെയ്യാൻ ഉണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു ദിവസം ഉണ്ടാവും. ചില ആളുകൾ അന്ന് വിചാരിച്ചു പോകുന്നത്, യഖൂലു യാ ലൈതനി കുൻതു തുറാബ, ഞാൻ വെറും മണ്ണായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന. ഈ ദുനിയാവിൽ എത്ര ആഗ്രഹങ്ങളും എത്രയേറെ അംബീഷൻസും ഒരുപാടധികം സങ്കല്പങ്ങളുമായി ജീവിച്ച മനുഷ്യരുണ്ടാവും. ലക്ഷറി ലൈഫിലൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യരുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ വിചാരിക്കുക, കുൻതു തുറാബ, വെറും മണ്ണായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നാണ്. ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ കൂട്ടുകൂടി അടിച്ചു പൊളിച്ച് നടന്ന ആളുകളുണ്ടാവും. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ പറയുന്ന ഒരു പരാതിയുണ്ട്, അവനവൻ്റെ സ്വന്തത്തോട് പറയുന്ന ഒരു പരാതിയുണ്ട്. യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല, ഇന്ന കൂട്ടുകെട്ടുകൾ എനിക്കില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഇന്ന ഗ്യാങ്ങിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. സഹോദരങ്ങളെ, ആ നിരാശകളൊക്കെ മാറ്റിക്കൊണ്ട്, ആ നിരാശകളൊന്നും ഇല്ലാതെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. നമുക്കെതിരെ സാക്ഷി പറയുന്നൊരു ദിവസം ഉണ്ടാവും. നമ്മുടെ അമലുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമസ്കാരങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ നോമ്പുകൾ നമുക്കെതിരെ തിരിയുന്ന ഒരവസരം ഉണ്ടാവും. ഈ മനുഷ്യൻ എന്നെ ഉപയോഗപ്പെടുത്തിയില്ല എന്നാ നോമ്പ് പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞിരുന്നെന്ന് ചിന്തിക്കും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ചെയ്യാമായിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിലൂടെ ആ റമദാനിന്റെ ദിനരാത്രങ്ങളെ എനിക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു, ഇസ്തിഗ്ഫാറുകൾ നടത്താമായിരുന്നു, രാത്രി നമസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് സുജൂദിൽ കരഞ്ഞു പറഞ്ഞുകൊണ്ട് ചെയ്തുപോയ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല കൈനീട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കൈകളിലേക്ക് ഇസ്തിഗ്ഫാറിനെ എത്തിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നിട്ട് ആ ഇസ്തിഗ്ഫാറിനെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തവനായി ഞാൻ മാറി. അങ്ങനെ റമദാൻ ഇങ്ങനെ പോയി തീരുന്നത് പോലെ നമ്മുടെ ജീവിതവും ഇങ്ങനെ പോയി തീരും. മുൻകർ നക്കീർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഖബറിൽ എന്ത് നമുക്ക് പറയാനുണ്ട് സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയും, കോടിക്കണക്കിന് രൂപ വരുന്ന എൻ്റെ സ്വത്ത്, എൻ്റെ ബിസിനസ് സാമ്രാജ്യം മക്കയിൽ വിട്ടുകൊണ്ടാണ് മദീനയിലേക്ക് ഞാൻ ഹിജ്റ പോയത് റബ്ബേ. ആ കണക്ക് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്.
മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്, മുസ്അബുൽ ഖൈർ എന്നറിയപ്പെട്ടിരുന്ന, ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സ്വത്തും മക്കയിൽ വിട്ടെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോയി, ബദറിലും പങ്കെടുത്തു. ഉഹുദിൽ അവസാനം 2 കൈകളും 2 കാലുകളും ഇങ്ങനെ വെട്ടി വീഴ്ത്തിയപ്പോ ആ ബാക്കി ഉണ്ടായിരുന്ന വെട്ടി വീഴ്ത്തിയ കൈയുടെ കുറച്ച് ചെറിയ ഭാഗം കൊണ്ട് ഉഹുദിന്റെ ആ വെള്ള പതാക ചേർത്ത് പിടിച്ച കണക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്, തിരിഞ്ഞു നിന്നുകൊണ്ട് ആ മുതുക് കാണിച്ചു കൊടുക്കാനുണ്ട്. ആ മുതുകിൽ മാംസമില്ല, ആ മുതുകിൽ തൊലിയില്ല, എല്ലിങ്ങനെ തള്ളി നിൽക്കുന്ന അവസ്ഥ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ശത്രുക്കളായ ആളുകൾ, മക്ക മുശ്രിക്കുകളായ ആളുകൾ അദ്ദേഹത്തെ പീഡിപ്പിച്ചത് കാരണം അദ്ദേഹത്തിന്റെ പുറത്ത് അവസാനം തൊലിയില്ലായിരുന്നു എന്നാണ്, എല്ലിങ്ങനെ തള്ളി നിൽക്കുമായിരുന്നു എന്നാണ്, അതിങ്ങനെ ഒലുത്തു പോയിരുന്നു എന്നാണ്, ഇങ്ങനെ ഒലിച്ച് അലുത്തു പോയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മാംസം. സഹോദരങ്ങളെ, ആ കണക്ക് പറയാൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന് കണ്ണില്ലായിരുന്നു, അദ്ദേഹം അന്ധനായ മനുഷ്യനായിരുന്നു. ഇന്ന് ഈ ലോകത്ത് ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥമായി സ്വഹീഹുൽ ബുഖാരി മാറിയിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു നാളെ ഇമാം ബുഖാരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാ, ഈ മനുഷ്യന് കണ്ണില്ല, ഈ മനുഷ്യൻ അന്ധനാണ്. നമ്മളോട് ചോദിക്കും, അലം നജ്അൽ ലഹു ഐനൈൻ, മത്തങ്ങ വലുപ്പത്തിന് നിനക്ക് 2 കണ്ണ് തന്നിട്ട് നീ എന്താ അതുകൊണ്ട് കണ്ടത്? ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാൻ നിനക്ക് സമയം ഉണ്ടായിരുന്നു, യൂട്യൂബ് സ്ക്രോൾ ചെയ്യാൻ നിനക്ക് സമയം ഉണ്ടായിരുന്നു, എല്ലാം സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കാണാനും പിടിക്കാനും ഒക്കെ നിനക്ക് നേരം ഉണ്ടായിരുന്നു. ഈ കണ്ണില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിൽ എൻ്റെ കലാമിന് ശേഷം അല്ലാഹു പറയാ, ഭൂമിയിൽ എൻ്റെ കലാമിന് ശേഷം ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായി ഈ അന്ധനായ മനുഷ്യനൊരു കിതാബ് രചിക്കാൻ കഴിഞ്ഞെങ്കിൽ, അലം നജ്അൽ ലഹു ഐനൈൻ, നിന്റെ നിഅമത്ത്, നിന്റെ കണ്ണെന്തിന് നീ ഉപയോഗിച്ചു? വലിസാനം വശഫത്തൈൻ, എന്തൊക്കെ നീ സംസാരിച്ചു? വാതോരാതെ സിനിമകളെ പറ്റി നീ സംസാരിച്ചു, വാതോരാതെ വാഹനങ്ങളെ പറ്റി നീ സംസാരിച്ചു, വാതോരാതെ സീരീസിന്റെ റിവ്യൂ പറയാൻ നിനക്ക് നാവുണ്ടായിരുന്നു. അല്ലാഹു തആല ചോദിക്കുക, വലിസാനം വശഫത്തൈൻ, നിനക്ക് 2 ചുണ്ടും 1 നാവും നിനക്ക് തന്നിട്ട് നീ എന്ത് സംസാരിച്ചു? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നടത്താൻ, അള്ളാഹുവിന്റെ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, കൂടെ കൂടുന്ന ആളുകൾക്ക് വേണ്ടി, എടാ നീ ഇപ്പൊ ഈ അടുത്തേതെങ്കിലും സൂറത്ത് വിശുദ്ധ ഖുർആനിലെ ഹിഫ്ളാക്കിയോ ഒന്ന് ചോദിക്കാൻ നമ്മുടെ കൂട്ടുകാരോട് നമുക്കൊന്ന് ചോദിക്കാൻ കഴിയുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം? ഇന്ന ആളുടെ ക്ലാസ് നീ കേട്ടോ, നല്ല ക്ലാസ്സാണ്, നല്ല രസമാണ്, നല്ല ക്ലാസ്സാണ് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമ്മുടെ ചർച്ചകളൊക്കെ എവിടെ? സീരീസിലും സിനിമകളിലും വണ്ടികളുടെ വിഷയത്തിലും ഫുട്ബോൾ മാച്ചുകളുടെ വിഷയത്തിലും IPL ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന സംസാരമാണ്. അല്ലാഹു നാളെ ചോദിക്കും, വലിസാനം വശഫത്തൈൻ, നിന്റെ നാവ് കൊണ്ട് നീ എന്ത് സംസാരിച്ചു, എന്തുപയോഗിച്ചു നിന്റെ നാവിന് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചിന്താശക്തികൾ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ പരീക്ഷ പേപ്പറുകൾ ടഫാണ് എന്ന് നമ്മൾ പറഞ്ഞ, ഇതൊരിക്കലും പാസ്സാവൂല എന്ന് പറഞ്ഞ പരീക്ഷ പേപ്പറുകൾ കഷ്ടപ്പെട്ട് പഠിച്ച് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പഠിച്ചെടുക്കാറില്ലേ? വൽ ഫുആദ, നമ്മുടെ ബുദ്ധിയെ പറ്റി കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, എല്ലാ ചോദ്യങ്ങളും നമുക്ക് നേരിടാനുണ്ട്. ഈ റമദാനിനെ സംബന്ധിച്ചും നമ്മുടെ നമസ്കാരങ്ങളെ സംബന്ധിച്ചും എല്ലാത്തിനെ സംബന്ധിച്ചും നമ്മൾ ചോദ്യങ്ങൾ നേരിടാനുള്ള ആളുകളാണ്. അതിനുവേണ്ടി എന്ത് തയ്യാറെടുത്തു? അള്ളാഹുവിനോട് എന്ത് കണക്ക് പറയാനുണ്ട്? കുറേ നമസ്കാരങ്ങളും കുറേ ദാനധർമ്മങ്ങളും കുറേ റമദാനിലെ നോമ്പും ഇതെല്ലാം ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹ് പറയും, ഇതിനൊന്നും ഇഖ്ലാസില്ല, എൻ്റെ നമസ്കാരങ്ങളൊക്കെ തട്ടിക്കള എന്ന് പറയുന്നൊരു അവസരം ഉണ്ടാകും. മലക്കുകളോട് അള്ളാഹ് ചോദിക്കും, എന്താണ് എൻ്റെ നമസ്കാരത്തിൻ്റെ അവസ്ഥ? അപ്പോൾ മലക്കുകൾ പറയും, ഇതൊന്നും വലിയ ഖുശൂ ഇല്ലാത്ത നമസ്കാരങ്ങളാണ്, ഇതൊന്നും വലിയ ഈമാനോട് കൂടി നമസ്കരിച്ച നമസ്കാരമല്ല എന്ന് പറഞ്ഞാൽ നമസ്കാരങ്ങളൊക്കെ മാറ്റിവെച്ച് അവസാനം ഒന്നും ബാക്കിയില്ലാത്തവനായിക്കൊണ്ട് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, ജഹന്നമിന്റെ ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് നടന്നു പോകുമ്പോൾ ആ കൂട്ടത്തിലേക്ക് നമ്മളെയും കൂടെ ഇങ്ങനെ തള്ളിവിടും. നമ്മൾ അസൂയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കും. ചില ആളുകൾ ആ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് തിബുത്തുൻ സലാമുൻ അലൈക്കും തിബുത്തുൻ ഫദ്ഖുലൂഹാ ഖാലിദീൻ, ആ സ്വർഗത്തിന്റെ ആളുകളോട് സലാം പറഞ്ഞ ആ സ്വർഗത്തിലേക്ക് അവരെ നയിക്കുന്ന ആ ആളുകൾ സിറാത്ത് പാലത്തിലൂടെ നടന്ന് നീങ്ങുന്നത് നോക്കി അസൂയയോടുകൂടി നമ്മളിങ്ങനെ നിൽക്കും. ദുനിയാവിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമസ്കാരങ്ങൾ നമ്മൾ വെടിയാൻ പാടില്ല. ഈ റമദാൻ 2-3 ദിവസത്തിനകം തീരും, നമ്മൾക്ക് നാട്ടിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഈ പള്ളി ഇവിടെ ഉണ്ടാകും, ഇവിടെ മഗ്‌രിബ് നമസ്കാരങ്ങളുണ്ടാകും, സുബഹി നമസ്കാരങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ പറയാൻ ഉറക്കം കളഞ്ഞ് ആ പുതപ്പൊന്ന് മാറ്റി എഴുന്നേറ്റ സുബഹി നമസ്കാരത്തിൻ്റെ എങ്കിലും കണക്കുകൾ പറയാൻ നമുക്കാകണം സഹോദരങ്ങളെ. അങ്ങനെ കുറച്ച് കണക്കുകൾ അള്ളാഹുവിനോട് പറയാൻ, അബ്ബ ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി ചെയ്തതാണ് എന്ന് പറയാൻ എന്തെങ്കിലും വേണം സഹോദരങ്ങളെ. നമ്മളിങ്ങനെ കൂട്ടൊക്കെ കൂടി ഒരു ഫ്ലോയിൽ ഇങ്ങനെ നടക്കും, ഒരു ഫ്ലോയിൽ ഇങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകും. പെട്ടെന്നൊരു ദിവസം ഒരു ഫുൾ സ്റ്റോപ്പ് വീഴും. അങ്ങനെ പല ഫുൾ സ്റ്റോപ്പുകളും നമ്മൾ കാണാറുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ ആയിട്ട്. ഒരു പക്ഷെ നമ്മുടെ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും ആളുണ്ടാവുക. ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാലോ നമ്മുടെ ആ ഗ്യാങ്ങിലുള്ള ആളുകൾ കുറച്ച് ദിവസം നമ്മളെ പറ്റി സംസാരിക്കും, അവർ വേറൊരു ഗ്യാങ്ങായിട്ട് അവരുടെ ഫ്ലോയിൽ ഇങ്ങനെ പോകും, നമ്മളെക്കുറിച്ച് ആളുകൾ മറക്കും. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരുന്ന ഒരു രേഖയും ഇല്ലാത്ത കേവലം നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും മാത്രം ബാക്കിയാകുന്ന ഒരു കാലഘട്ടം നമുക്ക് വരാനുണ്ട്. ഒരാളും നമ്മളെപ്പറ്റി ചിന്തിക്കാത്ത, ഒരാളും നമ്മളെപ്പറ്റി ഓർക്കാത്ത
സംസാരിക്കാത്തൊരു ദിവസം. ആ ഒരു ദിവസം നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ എന്ത് മുതൽക്കൂട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം. ഈ പള്ളികളെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഈ പള്ളികളിലേക്ക് വരണം. ഈ പള്ളിയിലെ ആളുകളുമായി നമ്മൾ ബന്ധപ്പെടണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആ പയ്യൻ നമ്മുടെ ഇവിടെ പള്ളിയിലൊക്കെ വരാറുള്ള ആളായിരുന്നു, പള്ളിയിലൊക്കെ നമസ്കരിക്കാൻ വരുന്ന ഒരാളായിരുന്നു, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്നെങ്കിലും ആത്മാർത്ഥമായി ഒരാളെങ്കിലും നമ്മളെ പറ്റി പറയുന്ന ഒരു അവസരം ഉണ്ടാകണം. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ വരും. നമ്മുടെ ആ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ എന്താ പറയുക, നമ്മൾ മരിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത സെക്കൻഡിൽ നമ്മുടെ ടെൻഷൻ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആരൊക്കെ വരുന്നുണ്ടെന്നാ. നമ്മുടെ കൂട്ടുകാർ വരുന്നുണ്ടോ, നമ്മുടെ വീട്ടുകാരെല്ലാവരും എത്തിയോ, എത്ര കാറുകളെത്തി, ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ ചിന്ത. മയ്യത്ത് നിസ്കരിക്കാൻ ആരൊക്കെ ഉണ്ട്? മുവഹിദുകളായ നല്ല തൗഹീദുള്ള നല്ല കറ കളഞ്ഞ അഖീദയുള്ള എത്ര ആളുകൾ നമുക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് എന്ന ടെൻഷനായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് ആ ടെൻഷൻ ഇല്ല. ഈ നിമിഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഫുൾ സ്റ്റോപ്പ് വീട് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്കൻഡ് പോലുള്ള നമ്മുടെ ടെൻഷൻ അതാ. പിന്നെ ഖബറിൽ എന്താവും എന്നുള്ള ടെൻഷനാ. ഇപ്പോൾ നമുക്ക് ആ ടെൻഷനൊന്നുമില്ല. സഹോദരങ്ങളെ, ആ സമയത്ത് ടെൻഷൻ അടിക്കാതിരിക്കാൻ അതിനുവേണ്ടിയുള്ള പണി നമ്മൾ ഇപ്പോൾ എടുത്തു വെക്കണം. അതുകൊണ്ട് ഈ റമദാൻ കഴിയുമ്പോഴും ഈ പള്ളികൾ സജീവമാകണം. ഇതുപോലെ പള്ളി നിറഞ്ഞ് ആളുകൾ റമദാൻ കഴിയുമ്പോഴും ഇവിടെ ഉണ്ടാകണം. ഈ ചൊവ്വാഴ്ച മുതലും ഈ പള്ളിയിൽ ഇതുപോലെ ആളുകൾ ഉണ്ടാകണം. നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ മുടക്കാൻ പാടില്ല. നോമ്പുള്ള സമയത്ത് മാത്രമായി നമ്മുടെ നമസ്കാരങ്ങൾ ഒതുങ്ങാൻ പാടില്ല. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല വലത് കൈകളിൽ ഗന്ധം കൊടുക്കുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജഹന്നമിൻ്റെ ആളുകളാക്കി ജഹന്നമിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ചില ഗ്രൂപ്പ് ആളുകളുണ്ട്. ആ ഗ്രൂപ്പിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.